ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ കേരള സന്ദർശനത്തിന് ഇന്നു തുടക്കം. സുഗതോത്സവത്തിന്റെ സമാപന സമ്മേളനവും മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നെല്ല് സംഭരണത്തിനുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ കർഷകർക്കായി പ്രത്യേക സഹായ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചതായി കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയിൽ. 1 ദശാബ്ദം പൂർത്തിയാക്കി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പരിവർത്തനാത്മകവും ജനശക്തിയുള്ളതുമായ സംരംഭമായി പദ്ധതി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിയാർ ജലവൈദ്യുതി പദ്ധതി കരാർ സംബന്ധിച്ച് വ്യവസായ വകുപ്പുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു ഒഡീഷ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ 2 ഔദ്യോഗിക പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളിന്റെ ഉദ്ഘാടനം രാജ്യരക്ഷാമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിർവഹിക്കും. കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് നടക്കുന്ന സുഗതോത്സവം നവതി സമാപന സഭ ഇന്ന് നടക്കും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് വൈകിട്ട് 4-ന് ആറന്മുള വിജയാനന്ദ വിദ്യാപീഠം സ്കൂളിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ ഭാഗമായി ആറന്മുളയിലും സമീപ പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണമുണ്ടാകും. ഉച്ചയ്ക്ക് 2:30 മുതലാവും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുക. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മാവേലിക്കരയിലെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഹെലികോപ്റ്റർ മാർഗം കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് ഗ്രൌണ്ടിലെത്തും. തുടർന്ന് റോഡ് മാർഗം ആറന്മുള വിജയാനന്ദ വിദ്യാപീഠം സ്കൂളിലേക്കെത്തും. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങും. ഇതിന്റെ ഭാഗമായി ആറന്മുളയിലും സമീപ പ്രദേശങ്ങളിലുമായി ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ഗതാഗത ക്രമീകരണങ്ങളുടെ ഭാഗമായി പ്രധാന സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന 20-ലധികം സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. പരിപാടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. എറണാകുളം പുത്തൻവേലിക്കരയിൽ 4 വയസ്സുള്ള പെൺകുട്ടിയെ അയൽവാസി ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ ചെങ്ങമ്മനാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഒളിവിൽ പോയ പ്രതിയെ പിടികൂടുന്നതിനായി പ്രതിയുടെയും ബന്ധുക്കളുടെയും ഫോൺ കോൾ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നെല്ല് സംഭരണത്തിനുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ കർഷകർക്കുള്ള പ്രത്യേക സഹായ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചതായി കൃഷിമന്ത്രി പി പ്രസാദ്. നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിന്റെ മറുപടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ വികേന്ദ്രീകൃതമായ നെല്ല് സംഭരണം നടത്തുന്ന സംസ്ഥാനമാണ് കേരളമെന്നും താങ്ങുവിലയോടൊപ്പം പ്രോത്സാഹന ബോണസും നൽകിയാണ് നെല്ല് സംസ്ഥാനത്ത് സംഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനാവിഷ്കൃത പദ്ധതിയായ നെൽകൃഷി വികസന പദ്ധതിയിലൂടെ ഗുണമേന്മയുള്ളതും അത്യുൽപാദന ശേഷിയുള്ളതുമായ നെൽവിത്ത് ലഭ്യമാക്കിയും ശാസ്ത്രീയമായ നെൽകൃഷി രീതികൾ അവലംബിക്കുന്നതിന് വേണ്ട സാങ്കേതിക ഉപദേശങ്ങൾ നൽകിയും ഉൽപാദനോപാധികളുടെയും കൃഷിക്കാവശ്യമായ യന്ത്രോപകരണങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയും നെൽകൃഷിയുടെ വിസ്തൃതി കുറയുന്നത് ഒഴിവാക്കുവാനും നെൽകൃഷിയിൽ നിന്നും പരമാവധി ഉൽപാദനം ഉറപ്പാക്കാനും നെൽകർഷകരെ സഹായിക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് കൃഷിവകുപ്പ് കൈക്കൊണ്ടുവരുന്നത്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ നെൽകൃഷി വികസന പദ്ധതികളും നെൽകൃഷി പ്രോത്സാഹന പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മണിയാർ ജലവൈദ്യുതി പദ്ധതി സംബന്ധിച്ച് KSEBയും കാർബറാൻഡം കമ്പനിയും തമ്മിലുള്ള കരാർ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ പദ്ധതി തിരിച്ചു നൽകേണ്ടതാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി ഏറ്റെടുക്കണമെന്ന നിലപാടാണ് KSEBയ്ക്കെന്നും എന്നാൽ വ്യവസായ അന്തരീക്ഷം കണക്കിലെടുത്ത് കരാർ നീട്ടണമെന്നാണ് വ്യവസായ വകുപ്പിന്റെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും രമേശ് ചെന്നിത്തലയുടെ സബ്മിഷന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷന്റെ നാടകവാഹനം അപകടത്തിൽപ്പെട്ട് വൻ നഷ്ടമുണ്ടായ സംഭവത്തിൽ നാടക സമിതിക്ക് സഹായം നൽകുന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതായി മന്ത്രി സജി ചെറിയാൻ നിയമസഭയെ അറിയിച്ചു. അപകടത്തിൽ 2 നാടക കലാകാരികൾ മരണപ്പെടുകയും സമിതിയിലെ മറ്റ് 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും സർക്കാരാണ് വഹിച്ചതെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 2023 സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് 12:30 മന്ത്രി സജി ചെറിയാനാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിനും വിദ്യാഭ്യാസം നൽകുന്നതിനും ശാക്തീകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ അടയാളമായ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികം ഇന്ന്. പരിവർത്തനാത്മകവും ജനശക്തിയുമുള്ളതുമായ സംരംഭമായി പദ്ധതി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂഡൽഹിയിൽ ഇന്നു മുതൽ അന്താരാഷ്ട്ര വനിതാ ദിനമായ അടുത്ത മാസം 8-ാം തീയതി വരെ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ സായുധ സേന, പാരാമിലിറ്ററി സേന, ഡൽഹി പോലീസ്, അങ്കണവാടി ജീവനക്കാർ തുടങ്ങിയ മേഖലകളിലെ വനിതകൾ പങ്കെടുക്കുമെന്ന് കേന്ദ്ര മന്ത്രാലയം അറിയിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടപ്പാക്കുന്ന കളക്ടേഴ്സ് സൂപ്പർ 100 പ്രോഗ്രാമിനെക്കുറിച്ച് വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ ഓഫീസർ PS തസ്നീം ആകാശവാണി വാർത്തകളോട്. തിരുവനന്തപുരം ജില്ലയിൽ ഡിസ്ട്രിക്ട് കളക്ടറുടെ നേതൃത്വത്തിൽ നമ്മൾ കളക്ടേഴ്സ് സൂപ്പർ 100 എന്ന പ്രോഗ്രാമാണ് കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയത്. പിന്നോക്ക മേഖലയിൽ നിൽക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഒരു അഭിരുചി പരീക്ഷ നടത്തി. സയൻസിലും ഗണിതത്തിലും അഭിരുചിയുള്ള പഠനത്തിലും മുന്നിൽ നിൽക്കുന്ന 100 പെൺകുട്ടികളെ സെലക്ട് ചെയ്ത് വിദഗ്ധരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രെയിനിങ് ആണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വാർത്തെടുക്കുന്ന 100 പെൺകുട്ടികളും ഇന്ത്യയിലെ IIT-കളിലോ IIM-കളിലോ അഡ്മിഷൻ തേടി STEM മേഖലയിലുള്ള പ്രൊഫഷണൽസിനെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ 2ാം വർഷവും അതിന്റെ തുടർച്ചയായിട്ട് പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്യും. മലപ്പുറം ജില്ലയിലെ 4 സുപ്രധാന റോഡുകൾ BMBC നിലവാരത്തിൽ നവീകരിച്ച് നിർമ്മിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് 11 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. തിരൂരങ്ങാടി, കൊണ്ടോട്ടി എന്നിവിടങ്ങളിലെ റോഡുകളാണ് നവീകരിക്കുന്നത്. കോടമഞ്ഞിന്റെയും പച്ചപ്പിന്റെയും അവിസ്മരണീയ കാഴ്ചയൊരുക്കി സഞ്ചാരികളുടെ മനം കവരുകയാണ് ഇടുക്കിയിലെ വണ്ണപ്പുറം കോട്ടപ്പാറ വ്യൂ പോയിന്റ്. ദിവസേന 100 കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്കെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ആകാശം താഴേക്കിറങ്ങി വന്നതുപോലെ മൂടൽമഞ്ഞ്, തണുത്ത കാലാവസ്ഥ, വീശിയടിക്കുന്ന കാറ്റ്, സ്വപ്നതുല്യമായ അനുഭവം. കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ എത്തുന്നവർക്ക് മുന്നിൽ തെളിയുന്നത് പ്രകൃതിയൊരുക്കിയ കാഴ്ചയുടെ കലവറയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1100 അടിയിലേറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ നിന്നാൽ സൂര്യോദയത്തിന്റെയും അസ്തമയത്തിന്റെയും കാഴ്ച അതിമനോഹരമായി ആസ്വദിക്കാം. അവധിക്കാലത്തും അല്ലാതെയും പുലർച്ചെ മുതൽ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തിത്തുടങ്ങും. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC ഒഡീഷ FCയെ നേരിടും. രാത്രി 7:30 ബംഗളൂരുവിലെ ശ്രീകാന്ഠീവര സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ-ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 5 മത്സരങ്ങളുള്ള പരമ്പര ഇന്ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ആരംഭിക്കും. സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത സൂചനാ പണിമുടക്ക് പുരോഗമിക്കുന്നു. ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിലിന്റെയും പ്രതിപക്ഷ സംഘടനകളുടെ കൂട്ടായ്മയായ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെയും നേതൃത്വത്തിലാണ് പണിമുടക്ക്. ജോലിക്ക് ഹാജരാകാതെ ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ഡയസ്നോണായി കണക്കാക്കുമെന്നും പണിമുടക്കുന്ന ദിവസത്തെ ശമ്പളം ഫെബ്രുവരിയിലെ ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്യുമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 143 പോയിന്റ് ഉയർന്ന് 75,9081-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 10 പോയിന്റ് ഉയർന്ന് 22,091-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന. 1 പവൻ സ്വർണത്തിന്റെ വില 60,000 കടന്നു. 60,200 ഇന്നത്തെ വില. ഗ്രാമിന് 7,525 രൂപയാണ്. നബാർഡിന്റെ സംസ്ഥാന ക്രെഡിറ്റ് സെമിനാറിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ധനമന്ത്രി KN ബാലഗോപാൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി മികച്ച FPOയ്ക്കുള്ള അവാർഡ് കട്ടപ്പന ഹിൽ റേഞ്ച് ട്രൈബൽ പ്രൊഡ്യൂസർ കമ്പനി നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സുഗതോത്സവത്തിന്റെ സമാപന സമ്മേളനവും മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നെല്ല് സംഭരണത്തിനുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ കർഷകർക്കായി പ്രത്യേക സഹായ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചതായി കൃഷിമന്ത്രി P. പ്രസാദ് നിയമസഭയിൽ. 1 ദശാബ്ദം പൂർത്തിയാക്കി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പരിവർത്തനാത്മകവും ജനശക്തിയുള്ളതുമായ സംരംഭമായി പദ്ധതി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിയാർ ജലവൈദ്യുതി പദ്ധതി കരാർ സംബന്ധിച്ച് വ്യവസായ വകുപ്പുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി.
ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു ഒഡീഷ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.